ബന്ദിപ്പൂരിൽ ചെരിഞ്ഞ തണ്ണീർക്കൊമ്പന്റെ ശരീരത്തിൽ പഴക്കമുള്ള മുറിവുണ്ടായിരുന്നുവെന്ന് വിവരം. പെല്ലറ്റ് ഏറ്റ പാടുകൾ ഉൾപ്പെടെ പരിശോധനയിൽ കണ്ടെത്തി. ആന്തരിക അവയവങ്ങളിലടക്കം പഴുപ്പ് പടർന്ന നിലയിലായിരുന്നു ആന. അണുബാധ മൂലം ശ്വാസകോശത്തിന്റെ ശേഷി കുറഞ്ഞു എന്നാണ് വിവരം. അതേസമയം തണ്ണീർക്കൊമ്പനെ വയനാട് വനാതിർത്തിയിൽ വിടുന്ന കാര്യം കർണാടക വനം വകുപ്പ് രേഖാമൂലം കേരളത്തെ അറിയിച്ചിരുന്നില്ല. നാഗർഹോളയിൽ നിന്ന് തിരുനെല്ലിക്കാട്ടിലൂടെയാണ് ആന മാനന്തവാടിയിലെത്തിയത്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകാനുണ്ട്. സുർജിത്ത്, ഈ തണ്ണീർക്കൊമ്പന്റെ ദാരുണാന്ത്യം നമ്മളെല്ലാം വേദനയിലാഴ്ത്തിയ ഒന്നായിരുന്നു. ആനയുടെ യഥാർത്ഥ മരണകാരണം സംബന്ധിച്ച് ഹൃദയാഘാതം ഉണ്ടായി, അതുപോലെ ശരീരത്തിൽ പഴുപ്പിറങ്ങിയിരുന്നു എന്നൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലായുണ്ട്. പക്ഷെ അതിനപ്പുറമുള്ള ചില വിവരങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്. സുർജിത്ത്, എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? കഴിഞ്ഞ ജനുവരി മാസം 16-ാം തീയതിയാണ് ഈ ആനയെ ഹാസൻ ബേലൂരിൽ നിന്ന് പിടികൂടുന്നത്. അവിടെ നിന്നും ഈ ആനയെ നേരെ എത്തിക്കുന്നത് മൂലഹള്ള ഭാഗത്തേക്കാണ്. അവിടെയാണ് ഈ ആന തുറന്നു വിട്ടത് എന്നാണ് കർണാടക വനം വകുപ്പ് അവകാശപ്പെടുന്നത്. അവിടെ നിന്നും ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം ഈ ആനയെ വിട്ടത്. ഇത് നാഗർഹോള വനത്തിലെത്തുകയും പിന്നീട് തോൽപ്പെട്ടി, തിരുനെല്ലി ആ ഭാഗത്ത് ഈ ആന എത്തുകയും അവിടെ നിന്നും തലപ്പുഴയിൽ നിന്ന് നേരെ ഈ എടവക പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകൾ, അതിനുശേഷം മാനന്തവാടി നഗരം, അത്തരത്തിലാണ് ഈ ആനയുടെ ഒരു റൂട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ റൂട്ട് കൃത്യമായ രീതിയിൽ തന്നെ അത് റേഡിയോ കോളർ ഘടിപ്പിച്ചുകൊണ്ട് തന്നെ സ്വാഭാവികമായും കർണാടകയ്ക്ക് അത് ട്രാക്ക് ചെയ്യാമായിരുന്നു, കർണാടക അത് അറിയിക്കാമായിരുന്നു. കേരളത്തിൻ്റെ വനാതിർത്തി ഈ ആന കടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് രേഖാമൂലം വൈൽഡ് ലൈഫ് വാർഡിനെയോ വയനാട് നോർത്ത് DFOയോ ഇത് രേഖാമൂലം അറിയിക്കേണ്ടതായിരുന്നു. അത്തരത്തിൽ അറിയിക്കുന്ന ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ള വിവരമാണ് വനംവകുപ്പിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവുന്നത്. അങ്ങനെ അറിയിച്ചിരുന്നെങ്കിൽ ഇത് കൃത്യമായ രീതിയിൽ ട്രാക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. ഇതിനു വേണ്ടി അതായത് നേരത്തെ അരിക്കൊമ്പൻ്റെ എല്ലാം തന്നെ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ് അരിക്കൊമ്പൻ തമിഴ്നാടിൻ്റെ ഭാഗത്തേക്ക് കടന്ന ഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആൻറ്റിനയും റിസീവറും, അതായത് ഇതിൻ്റെ സിഗ്നൽ, റേഡിയോ കോളറിൻ്റെ സിഗ്നൽ ലഭിക്കുന്ന ആൻറ്റിനയും റിസീവറും ഒപ്പം തന്നെ ഈ നമ്പറും, ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫ്രീക്വൻസി നമ്പറുണ്ട്, ആ നമ്പറും ഇപ്പോൾ തമിഴ്നാടാണ് അരിക്കൊമ്പൻ്റെ കാര്യത്തിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെ തണ്ണീർക്കൊമ്പൻ്റെ വിവരങ്ങൾ, ഇത്തരത്തിലുള്ള വിവരങ്ങൾ കേരളത്തിന് കൈമാറേണ്ടതായിരുന്നു. കേരള വനംവകുപ്പിന് അത് ലഭിച്ചില്ല എന്നുള്ളതാണ് അത് ഒരു ഗുരുതരമായ പിഴവായി തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ കൃത്യമായ രീതിയിൽ ഇതിനെ ട്രാക്ക് ചെയ്യുകയും വനത്തിലേക്ക് കയറ്റിവിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല, ഈ ആന ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങിയ ഘട്ടത്തിൽ ആരോഗ്യമുള്ള ആനയുടെ ലക്ഷണങ്ങൾ തന്നെയാണ് പ്രകടിപ്പിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ മയക്കുവെടി വെക്കുന്ന തീരുമാനത്തിലേക്ക് വനം വകുപ്പ് എത്തിയത്. ശരീരത്തിൽ ഈ ആനയെ പിടികൂടിയ ശേഷമാണ് ശരീരത്തിൽ ഇത്രമാത്രം ആഴമുള്ള പരിക്കുകളുണ്ട്, പഴുപ്പുണ്ട്, ഏതാണ്ട് 20 സെൻറ്റിമീറ്ററോളം ആഴത്തിലുള്ള പഴുപ്പുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞ് വന്നിട്ടുള്ളത്. മാത്രമല്ല 5 ലിറ്ററോളം ജലം പഴുപ്പ് പുറത്തേക്ക് എടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ആനയ്ക്ക് നേരത്തെ തന്നെ 1 മാസത്തിലേറെ പഴക്കമുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആനയ്ക്ക് തണ്ണീർക്കൊമ്പന് നേരത്തെ തന്നെ ഏതാണ്ട് 1 മാസം പഴക്കമുള്ള മുറിവ് ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന വിവരം വരുന്നു. പെല്ലറ്റ് ഏറ്റ പാടുകൾ ഉൾപ്പെടെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആന്തരിക അവയവങ്ങളിലേക്ക് അടക്കം പഴുപ്പ് പടർന്നിരുന്നു. അണുബാധ മൂലം ശ്വാസകോശത്തിന്റെ ശേഷി കുറഞ്ഞു എന്നുള്ള വിവരവും പുറത്തു വരികയാണ്. സുർജിത്ത് അയ്യപ്പത്ത് ഞങ്ങളുടെ പ്രതിനിധിയാണ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.